രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 13 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയാണ് ജീന സജി തോമസ്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ബോധപൂർവമായ നീക്കം യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകിയ യുവതിയെ സാക്ഷിയാക്കണോ എന്ന് നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച്. ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറി യുവതി. കൂടുതൽ പരാതിക്കാർ എത്തുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. മരിച്ചത് മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജി. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6 ആയി. തൊടുപുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചതായി പരാതി. മരിച്ചത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനി സുമി. ആരോപണം സ്മിത മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ക്യാൻസർ ചികിത്സയായ ടിൽ തെറാപ്പിക്ക് വേണ്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 20% കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ള 367 പഞ്ചായത്തുകളിൽ പ്രത്യേക കർമ്മ പദ്ധതിയുമായി BJP. വാർഡ് തല സമ്പർക്കത്തിനായി ക്രൈസ്തവ നേതാക്കൾ ഉൾപ്പെടുന്ന പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാക്കും. കന്യാസ്ത്രീ മഠങ്ങളിലെ സമ്പർക്കത്തിന് വനിതാ സ്ക്വാഡുകൾ രൂപീകരിക്കാനും ആലോചന. ക്നാനായ കത്തോലിക്ക സഭ ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പിനെ കണ്ട് രാജീവ് ചന്ദ്രശേഖർ. PK ഫിറോസിനെതിരെ അക്കമിട്ട ആരോപണങ്ങൾ നിരത്തി KT ജലീൽ രംഗത്ത് വരുമ്പോഴും പ്രതിരോധിക്കാൻ തയ്യാറാകാതെ ലീഗ് നേതാക്കൾ. ഫിറോസിന്റെ വരുമാനവും സ്വത്തും സംബന്ധിച്ച് ലീഗിലും വ്യത്യസ്ത നിലപാട്. ഫിറോസിനെതിരെ ഉയർന്നത് റിവേഴ്സ് ഹവാല മുതൽ ധോത്തി ചാലഞ്ചിലെ വെട്ടിപ്പ് വരെയുള്ള ആരോപണങ്ങൾ. CPI സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് പൊതു ചർച്ച. സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും രൂക്ഷ വിമർശനത്തിന് സാധ്യത. അടിസ്ഥാന വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. സമ്മേളനത്തിന് നാളെ കൊടിയിറങ്ങും. ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായി ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു. വെടിയേറ്റത് യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കുന്നതിനിടെ. അക്രമിയെ കണ്ടെത്തിയെന്ന് സൂചന. നഷ്ടമായത് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയെന്ന് ട്രംപ്. യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. 35 പേർ കൊല്ലപ്പെട്ടു, 131 പേർക്ക് പരുക്ക്. ആക്രമണമുണ്ടായത് യമൻ തലസ്ഥാനമായ സനയിലും അൽ ജാഫ് ഗവർണറേറ്റിലും. റാമോൺ വിമാനത്താവളത്തിൽ ഹൂത്തികൾ നടത്തിയ ഡോൺ ആക്രമണത്തിനുള്ള മറുപടിയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തറിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഹമാസിനെ ഖത്തറിൽ നിന്ന് പുറത്താക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തർ അമീറുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നതിൽ യൂറോപ്പിൽ ആശങ്ക. 19 ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി പോളണ്ട്. 3ാം ലോക മഹായുദ്ധത്തിന്റെ ആശങ്കയിൽ യൂറോപ്പ്. വിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഫ്രാൻസ്വ ബെയ്റോ പരാജയപ്പെട്ടതിന് പിന്നാലെ ഫ്രാൻസിൽ പ്രക്ഷോഭം. എല്ലാം തടയുക എന്ന മുദ്രാവാക്യം മുഴക്കി ആയിരങ്ങൾ തെരുവിൽ. പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. പ്രതിഷേധങ്ങൾക്ക് കാരണം പൊതു അവധികൾ വെട്ടിക്കുറയ്ക്കാനും പെൻഷനുകൾ മരവിപ്പിക്കാനും ഉൾപ്പെടെയുള്ള നടപടികളെടുത്തത്. നേപ്പാളിൽ ഇടക്കാല സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ച സജീവം. വനിതാ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി തലപ്പത്തെത്തിയേക്കും. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായും പരിഗണനയിൽ. പ്രക്ഷോഭങ്ങൾ കെട്ടടങ്ങിയതോടെ നേപ്പാൾ സാധാരണ നിലയിലേക്ക്.